ഗോപ, എന്തിനാണ് കിളികൾ പാടുന്നത് എന്ന് നിനക്കറിയാമോ? താൻ ഇപ്പോഴും ജീവനോടെയുണ്ട് എന്ന് ഇണയോട് പറയുകയാണ് അവ. അത് അറിയിക്കുകയാണ്. ജീവനോടെയുണ്ട് എന്ന് ഒന്നറിയിക്കാൻ എന്തെങ്കിലും ഒന്ന്, കൊഴിച്ചിട്ട ഒരു തൂവൽ, ഒരു കിളിപ്പാട്ട്. ഒരു കിളി പോലും ഇണയോട് കാണിക്കുന്ന കരുണ നിന്റെ അച്ഛൻ ഒരിക്കലും കാണിച്ചിട്ടില്ലല്ലോ. സോണിയ ചെറിയാൻ എഴുതിയ മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച സ്നോ ലോട്ടസ് എന്ന നോവലിലെ ഗോപയുടെ അമ്മയുടെ വാക്കുകളാണിവ. ഇന്ത്യൻ ആർമിയിലെ പൈലറ്റായിരുന്ന മേജർ മുകുന്ദ്. അപ്രതീക്ഷിതമായി മഞ്ഞുമലകൾക്കിടയിൽ കാണാതാവുന്ന മേജർ മുകുന്ദ് മരണപ്പെട്ടതാവാം എന്ന് പ്രതിരോധ മന്ത്രാലയം വിധി എഴുതുമ്പോൾ ആ വിധി എഴുതലിൽ കീഴ്പ്പെടാതെ അച്ഛനെ തിരഞ്ഞ് കണ്ടെത്തുവാൻ പട്ടാളവേഷമണിയുന്ന മകൾ ഗോപ. അവളുടെ യാത്രയുടെയും അന്വേഷണത്തിൻ്റെയും കഥയാണ് സ്നോ ലോട്ടസ്. ക്യാപ്റ്റൻ ഗോപ മുകുന്ദൻ മിലിറ്ററി ഹോസ്പിറ്റലിലെ ഡോക്ടറായി പ്രവേശിക്കുമ്പോൾ അവളുടെ ഹൃദയത്തെ ഭരിച്ചിരുന്ന ഒറ്റ ലക്ഷ്യം തൻ്റെ അച്ഛനെ കണ്ടെത്തുക എന്നത് മാത്രമായിരുന്നു. ഈ നോവൽ ആ ഒരു അന്വേഷണമാണ് നമുക്ക് മുൻപിലേക്ക് നീട്ടുന്നത്. ഈ നോവലിൽ ഗോപ പറയുന്നുണ്ട്, ഒറ്റ ഒരു കാര്യത്തിനാണ് ഞാൻ മിലിറ്ററി വേഷം അണിഞ്ഞത്. 20 കൊല്ലം മുൻപേ ഈ മഞ്ഞുമലകളിൽ ഹെലികോപ്റ്റർ തകർന്നു വീണ് കാണാതായ എൻ്റെ അച്ഛനെ കണ്ടുപിടിക്കുവാൻ. അവളുടെ നിശ്ചയദാർഢ്യമാണ് ഈ നോവലിനെ മുന്നോട്ട് നയിക്കുന്നത്. ഗോപയുടെ യാത്രയ്ക്ക് സഹയാത്രികനായതോ ദാവ എന്ന ഒരു ബുദ്ധ സന്യാസിയും. അവരുടെ അന്വേഷണവും യാത്രയും സാഹസികതയും പ്രണയവും എല്ലാമാണ് ഈ ഗ്രന്ഥം. കാലാതീതമായി ടിബറ്റ് നേരിട്ട അധിനിവേശത്തിൻ്റെ ഭീകരത കൂടെ ഈ നോവൽ അടയാളപ്പെടുത്തുന്നുണ്ട്. ഈ സങ്കടം നിനക്ക് മനസ്സിലാവുമോ? അറിയില്ല. കാൽ കീഴിൽ ഭൂമിയില്ലാത്തവൻ്റെ സങ്കടം അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവൂ. വേരറുക്കപ്പെട്ടവരുടെ സങ്കടം നാടുള്ളവർക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? അത് അമ്മയുള്ളവരോട് അമ്മയില്ലാത്തവരുടെ സങ്കടം പറയുന്നത് പോലെയാണ്. ദാവ എന്ന ബുദ്ധ സന്യാസിയുടെ ഈ വാക്കുകൾ വായനക്കാരന് ഈറനണിഞ്ഞ കണ്ണുകളോടെയല്ലാതെ ഈ ഗ്രന്ഥം വായിച്ചവസാനിപ്പിക്കുവാൻ സാധിക്കില്ല. അസാധാരണമായ വായനാ അനുഭവം സമ്മാനിച്ച നല്ലയൊരു നോവൽ സ്നോ ലോട്ടസ്.